പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം. പരദൂഷകനും ഏഷ്ണിക്കാരനും ശപിക്കപ്പെട്ടവർ, സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചതറിക്കുകയും ചെയ്തു. അപവാദത്തിന് ചെവി കൊടുക്കുന്നവർക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകില്ല. എന്ന് വെച്ചാൽ ഈ വാർദ്ധക്യത്തിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നിത്യതയോടടുത്തിരിക്കുന്ന സമയമാണ്. ഏകദേശം നമുക്ക് വിസയൊക്കെ വന്നിരിക്കുക, ടിക്കറ്റ് മാത്രം റെഡിയായാൽ മതി. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. 18, 19, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് വിസ വന്ന് ടിക്കറ്റ് വന്ന് പോയി കഴിഞ്ഞു. ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ 75 വയസ്സുള്ള അപ്പച്ചൻ പയർ പോലും ഇങ്ങനെ ഓടി നടക്കിയ അവൻ പോയി, ഞാനുണ്ട്, ചേർന്ന് പറ ഹല്ലേലൂയ. ഇപ്പം എല്ലാവർക്കും, എനിക്കുൾപ്പെടെ വിസ വന്നിരിക്കുക, ടിക്കറ്റ് മാത്രം. ഇപ്പം നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നിത്യതയോട് അടുക്കുന്ന സമയത്ത് ഈ നിത്യതയെ തടയുന്ന ഒരു പൈശാചിക സ്പിരിറ്റ് ഉണ്ട്. അത് നമ്മുടെ നാവാണ്. ഈ പൈശാചിക സ്പിരിറ്റിൽ അടിക്കും, നമ്മുടെ നാവിനെ അടിക്കും. നാവ് പൈശാചികതയല്ല, ഈ പൈശാചിക സ്പിരിറ്റ് നമ്മുടെ നാവിൽ കയറും. എന്ന് വെച്ചാൽ കുർബാന സ്വീകരിക്കാൻ വരുമ്പോഴാണ് ചില അമ്മച്ചിമാർ ഈ പരദൂഷണം തുടങ്ങുന്നത്. കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേനും നോക്കി നിൽക്കി, അവൾ വന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയും മറ്റവളെക്കുറിച്ച്. നാട്ടിലുള്ളവരെക്കുറിച്ചും വീട്ടിലുള്ളവരെക്കുറിച്ചും പ്രത്യേകിച്ച് മരുമക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്നത് വരെ ഈ അമ്മച്ചിക്ക് സമാധാനം കിട്ടില്ല. എന്നിട്ട് ആ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാണണം. എൻ്റെ പൊന്നോ, മാലാഖ ഇറങ്ങി വരും. ചേർന്ന് പറ ഹല്ലേലൂയ. അതാണ് പരദൂഷകനും ഏഷ്ണിക്കാരനും ശപിക്കപ്പെട്ടവർ. നിങ്ങളുടെ മക്കളിലേക്ക് പകരും അത്. അതുകൊണ്ട് ശപിക്കരുത്. മക്കളെ എന്ത് വന്നാലും ശപിക്കരുത്. ആരെയും ശപിക്കരുത്. ദേവി, ഇത് ശാപം തലയിൽ വീഴും. ചില അമ്മമാരുണ്ട്, മണ്ണ് വാരിയിട്ട് ശപിച്ചു കളയും. ഇതൊരു കഷ്ടം. അമ്മച്ചി, നിങ്ങൾ അനുഗ്രഹിക്കേ. പ്രത്യേകിച്ച് വിധവകൾ എന്തെങ്കിലും പറയുന്ന വാക്കിൽ ഭയങ്കര പവറാണ്. നിങ്ങൾ അയൽക്കാരെയും പറഞ്ഞെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റു പറയണം. ഇത് നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവിതം തകർന്നു പോയാൽ ഈ തകർച്ച നമ്മുടെ മക്കളിലേക്ക് വരും. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ചില നാട്ടിൻപുറത്തൊരു ഭാഷയുണ്ട്, അറം പറ്റിയ വാക്ക്. കേട്ടിട്ടുണ്ടോ? പിന്നെ പൊങ്ങത്തില്ല. എന്നെ കാണാൻ ഒരു ചേട്ടൻ വന്നു. അദ്ദേഹം പറയാണ്, ബ്രദറെ, ആ വീടും പറമ്പൊക്കെ എൻ്റേതായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എൻ്റെ ഇടവകയിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഞാൻ. ഇന്നെനിക്ക് 25 ലക്ഷം രൂപയുടെ കടവാണ്. ഞാൻ വാടക വീട്ടിലാണ്. എൻ്റെ മക്കളെ പഠിപ്പിച്ചു. കൂടെ പഠിച്ചവരെല്ലാം നല്ല ജോലിയിൽ കയറി. എൻ്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടുന്നില്ല. ഞാനിന്ന് വാടക കൊടുക്കാൻ കൈ നീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ പാടില്ലല്ലോ ചേട്ടാ, എന്തു പറ്റി? എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, താമസിച്ചുള്ള ധ്യാനത്തിന് കുടുംബമായിട്ട് വരാൻ പറഞ്ഞു. മോളും ചേച്ചിയും ചേട്ടനും കൂടെ ധ്യാനത്തിന് വന്നു. ഇനി ചേച്ചി പറഞ്ഞ കാര്യം കേൾക്കണം. ബ്രദറെ, ഈ ധ്യാനത്തിന് വരുന്നത് വരെയും ഞാൻ എപ്പോഴും പറയും, ഈ മനുഷ്യനാണ് എൻ്റെ കുടുംബം നശിപ്പിച്ചത്, എല്ലാം നശിപ്പിച്ചത്. നിരന്തരം വാദോരാതെ പറയും. ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ കുടുംബം നശിച്ചത് ഞാനാ കാരണക്കാരി. എന്നിട്ട് ഈ സ്ത്രീ കരയാണ്. എന്നിട്ട് പറയുകയാണ്, നാട്ടിലെ സമ്പത്തിൽ ഞാൻ മതിമറന്ന് അഹങ്കരിച്ചു. എൻ്റെ ബാങ്ക് ബാലൻസിലും ഞാനിട്ടിരിക്കുന്ന സ്വർണത്തിലും മറ്റുള്ളവരുമായിട്ട് അഹങ്കരിച്ചു. ആരെങ്കിലും വന്ന് സഹായം ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് കൊടുക്കും. ഞാൻ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി എപ്പോഴും പറയും, നിങ്ങൾ ധർമ്മം എടുക്കേണ്ടി വരും, നിങ്ങൾ പിശ എടുക്കേണ്ടി വരും, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടും. അക്ഷരാർത്ഥത്തിൽ ബ്രദറെ അത് സംഭവിച്ചു. എൻ്റെ വാക്കാണ് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നമ്മമാരെ, നിങ്ങൾ മക്കളെ നോക്കിയിട്ട് നിങ്ങൾ ഗതി പിടിക്കില്ല, രക്ഷപ്പെടില്ല, ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് അവരെ ശപിക്കരുത്. അങ്ങനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൊങ്ങി കാണത്തില്ല. നിങ്ങളൊന്ന് കുമ്പസാര കൂട്ടി കരഞ്ഞ് പശ്ചാത്തപിച്ചിട്ടേ നിങ്ങളിനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരുമകളോടുള്ള ദേഷ്യത്തിലെ മരുമകളെ ശപിക്കുമ്പോൾ മകനെയാണത് ബാധിക്കുന്നത്. മകൻ്റെ മക്കളെയാണ് അത് ബാധിക്കുന്നത്. സത്യം മനസ്സിലാക്കണം. ശപിക്കുന്നതും പഴിക്കുന്നതും മരുമകളെയാണെങ്കിൽ മരുമകളുടെ കഴുത്തിൽ മകൻ താലി കെട്ടിയപ്പോൾ അവർ 2 ആണോ 1 ആണോ? പറ.
പറ. മരുമകൾക്ക് സംഭവിക്കുന്നതെല്ലാം ആർക്കാ സംഭവിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ മരുമകളെ നിങ്ങൾ ശപിച്ചാലും അത് ബാധിക്കുന്ന ആരെയായിരിക്കും? അവരുടെ മക്കൾക്കും ബാധിക്കും, മകനും ബാധിക്കും. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം. ചില അമ്മമാരുണ്ട്, വേദനയെന്ന് പറയട്ടെ, എന്താണെന്നറിയോ? മകൻ്റെ സ്നേഹം കൂടുതൽ കിട്ടാൻ വേണ്ടി മരുമകൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് മകൻ്റെ ചെവിയിലേക്ക് ഓതി 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 മരുമകളെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് ഈ അമ്മ സന്തോഷിക്കും. ആമേ, സ്വർഗത്ത് പോലും പോകാൻ പാടാ. പരദൂഷകൻ ശപിക്കപ്പെട്ടവനാ. തിരുത്തണം, ജീവിതം തിരുത്തണം, മാറി ചിന്തിക്കണം. ചേർന്ന് പറ ഹല്ലേലൂയ. സർവശക്തിയോട് പറ ഹല്ലേലൂയ. എല്ലാ വാചകങ്ങൾ ആരെയും കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അയൽക്കാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, അത് സ്വന്തം മക്കളായിക്കോട്ടെ, കൊച്ചുമക്കളായിക്കോട്ടെ, അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാഴ് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയേ പറ്റൂ.